Hi students, welcome to our channel Ken Queen and my name is Anjali. ഈ ചാപ്റ്ററിലെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. ഹെൻറീസ് ലോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു ലോയും കൂടെ ഉണ്ട്, റോൾസ് ലോ എന്ന് പറയും. ഇത് രണ്ടും മിക്കവാർക്കും മാറിപ്പോകാറുണ്ട്. അങ്ങനെ മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടും പഠിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഹെൻറീസ് ലോ ഇസ് ബേസ്ഡ് ഓൺ സോൾബിലിറ്റി. സോൾബിലിറ്റിനെ ബേസ് ചെയ്താണ് ഹെൻറീസ് ലോ. അതായത് നമ്മൾ പല ടൈപ്പ് സൊല്യൂഷൻസ് പറഞ്ഞില്ലേ, സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ആ സോൾവെൻറ്റിൽ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യണം അല്ലേ. ആ ഡിസോൾവ് ചെയ്യുന്ന സോൾബിലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, അവരുടെ ഫിസിക്കൽ നേച്ചർ. അതായത് ഇപ്പോൾ ഗ്യാസിലാണെങ്കിൽ പെട്ടെന്ന് ഡിസോൾവ് ചെയ്യും, അതേസമയം ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അതെല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. എന്നാൽ ഗേഷ്യസ് സൊല്യൂഷൻസിനെ അല്ലെങ്കിൽ ലിക്വിഡിൽ ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്ന സൊല്യൂഷനെ വളരെയധികം ബാധിക്കുന്ന ഒരു ടേമാണ് പ്രഷർ എന്ന് പറയുന്നത്. പ്രഷർ ഭയങ്കരമായിട്ട് അതിനെ ബാധിക്കും. സോ അതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ലോ ആണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. ഹെൻറീസ് ലോ ഇതാ പറയുന്നത്, ദ എമൗണ്ട് ഓഫ് ഗ്യാസ് ഡിസോൾവ് ഇൻ എ ഗിവൺ വോളിയം ഓഫ് എ liquid at a given temperature is directly proportional to the pressure of the gas. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗിവൺ വോളിയം ലിക്വിഡിൽ എന്തുമാത്രം ഗ്യാസ് ഡിസോൾവ് ചെയ്യും എന്നുള്ളത് ആ ഗ്യാസിൻ്റെ പ്രഷർ അനുസരിച്ചിരിക്കുന്നു. സിമ്പിളായിട്ടുള്ള ലോജിക്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. സോഡ ഉണ്ടാക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? വെള്ളത്തിലേക്ക് ഗ്യാസ് ഡിസോൾവ് ചെയ്യാണല്ലേ. നോർമലി ഞാൻ വെറുതെ കുറച്ച് വെള്ളം എൻ്റെ കയ്യിൽ ഒരു പാത്രത്തിൽ എടുത്ത് പിടിച്ചിട്ട് ഈ അറ്റ്മോസ്ഫിയറിലെല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലേ, ആ കാർബൺ ഡൈ ഓക്സൈഡിനോട് ഇതിലേക്ക് ഡിസോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ഡിസോൾവ് ചെയ്യുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രഷർ കൊടുക്കേണ്ടി വരും അല്ലേ. നമ്മൾ എന്തുമാത്രം പ്രഷർ കൂടുതൽ കൊടുക്കുന്നു, ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രഷർ എന്തുമാത്രം കൂടുന്നോ അതനുസരിച്ച് ആ സോൾബിലിറ്റി കൂടും. അത്രയേ ഉള്ളൂ ഹെൻറീസ് ലോ. സിമ്പിൾ അല്ലേ ഹെൻറീസ് ലോ? അപ്പോൾ ആ ഒരു ലിക്വിഡിലേക്ക്, ഒരു ഗിവൺ എമൗണ്ട് ഓഫ് ലിക്വിഡിലേക്ക് ഒരു ഗ്യാസ് ഡിസോൾവ് ചെയ്യണമെങ്കിൽ ആ ഗ്യാസിൻ്റെ പ്രഷർ അനുസരിച്ചാണ് സോൾബിലിറ്റി. വെൻ പ്രഷർ ഓഫ് ദാറ്റ് ഗ്യാസ് ഇൻക്രീസസ്, സോൾബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് പറയാം that partial pressure of the gas is directly proportional to mole fraction of the gas. സൊല്യൂട്ട് എന്ന് അറിയപ്പെടുന്നത് ഗ്യാസ് ആണല്ലോ അവിടെ. അപ്പോൾ ആ സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷനും അതിൻ്റെ പാർഷ്യൽ പ്രഷറും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇടാലോ, KH. ആ കോൺസ്റ്റന്റിന്റെ പേരാണ് ഹെൻറീസ് കോൺസ്റ്റന്റ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഈ KHന് സോളിബിലിറ്റി ആയിട്ടൊരു ബന്ധമുണ്ട്. ഒരു ഗ്യാസിന്റെ KH കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ആ ഗ്യാസിന് സോളിബിലിറ്റി കുറവാണെന്ന് അർത്ഥം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിലൊക്കെ KH ഭയങ്കര കുറവായിരിക്കും, അതുകൊണ്ട് ഇറ്റ് ഈസ് ഹൈലി സോളിബിൾ ഇൻ വാട്ടർ. അപ്പോൾ KHും സോളിബിലിറ്റിയും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് ഈ ഹെൻറീസ് ലോയ്ക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻസിൽ നിന്നാകാം ക്വസ്റ്റ്യൻ ചോദിക്കാൻ കൂടുതൽ ചാൻസ് കേട്ടോ. ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുണ്ടോ? ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ സോഡ ഉണ്ടാക്കുന്നത്, സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ സോഡ വാട്ടർ ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ആപ്ലിക്കേഷനാണ്. രണ്ട്, ഡീപ് സീ ഡൈവിങ്. ഒരുപാട് കടലിൻ്റെ അടിയിലേക്ക് ഒരുപാട് ഡീപ്പായിട്ട് ഡൈവ് ചെയ്യാൻ പോകുന്നവർ അവരുടെ കയ്യിൽ കൊണ്ടുപോകുന്ന ഓക്സിജൻ്റെ കൂടെ ഹീലിയം കൂടെ മിക്സ് ചെയ്തായിരിക്കും കൊണ്ടുപോകുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അവരുടെ ബ്ലഡിൽ നൈട്രജൻ ഡിസോൾവ് ചെയ്യുന്നതിൻ്റെ, നൈട്രജൻ്റെ ബ്ലഡിലുള്ള സോളിബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഹീലിയം മിക്സ് ചെയ്ത ഓക്സിജനും കൊണ്ടുപോകുന്നത്. ഈ നൈട്രജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എയറിൽ ഏറ്റവും കൂടുതൽ പാർഷ്യൽ പ്രഷർ ഉള്ളത് നൈട്രജനാണ്, ഏറ്റവും അധികം ഉള്ളത് നൈട്രജൻ. അപ്പം നൈട്രജൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുക എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ ബ്ലഡിലുള്ള സോളിബിലിറ്റി കൂടുക എന്നർത്ഥം. അപ്പോൾ ഈ ഡീപ്പായിട്ട് അടിയിലേക്കൊക്കെ പോകുമ്പോൾ പ്രഷർ കൂടുകയല്ലേ ചെയ്യുന്നത്, കടലിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ നൈട്രജൻ നല്ലോണം നമ്മുടെ ബ്ലഡിൽ ഡിസോൾവ് ആകും. പെട്ടെന്ന് നമ്മൾ ആ പ്രഷർ കൂടിയെടുത്തുനിന്ന് പുറത്തേക്ക് ടൈം കഴിഞ്ഞ് തിരിച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രഷർ വേരിയേഷൻ കാരണം പെട്ടെന്ന് നൈട്രജൻ ബ്ലഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ തുടങ്ങും. എസ്കേപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബബിളായിട്ടല്ലേ അത് എസ്കേപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വെയിൻസും കാപ്പിലറീസൊക്കെ പൊട്ടും, ഭയങ്കര വേദന ഉണ്ടാവും, മുക്കിൽ നിന്നൊക്കെ ചോര വരും. ആ അവസ്ഥയാണ് ബെൻസ് എന്ന് പറയുന്നത്. മെഡിക്കൽ കണ്ടീഷനാണ് ബെൻസ്. ആ ബെൻസ് വരാതിരിക്കാൻ, അത് അവോയ്ഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിലുള്ള നൈട്രജൻ്റെ സോളിബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയാണ് അവർ കൊണ്ടുപോകുന്ന ടാങ്കിൽ അവർ ഓക്സിജൻ മിക്സ്ഡ് വിത്ത് ഹീലിയം കൊണ്ടുപോകും. അപ്പോൾ ബെൻസ് എന്ന് പറയുന്നത് ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷനാണ്. നെക്സ്റ്റ് ആണ് ക്ലൈംബേഴ്സ് അല്ലെങ്കിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ താമസിക്കുന്ന ആൾക്കാർ. ഇപ്പം ഹിമാലയം ഒക്കെ പോകുന്നവർ, കൊടുമുടികൾ കീഴടക്കാൻ പോകുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ സംഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണിത്. അല്ലെങ്കിൽ ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിൽ താമസിക്കുന്നവർ. ഹയർ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുന്നവരും പ്രഷർ എന്ത് ചെയ്യുക? കുറയാണ് അല്ലേ. പ്രഷർ കുറയുമ്പോൾ ഈ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കൂടെ കുറയാണല്ലോ എയറിൽ. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ ഈ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കുറവായതുകൊണ്ട് ബ്ലഡിൽ നമ്മുടെ ഓക്സിജൻ പെട്ടെന്ന് അങ്ങോട്ട് ഡിസോൾവ് ആവില്ല. അപ്പോൾ അങ്ങനെ ഹയർ ഓൾട്ടിറ്റ്യൂഡിലുള്ളവർക്ക് അവരുടെ ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും. ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കുറവാണെങ്കിൽ എന്താ പ്രശ്നം? നമ്മുടെ ബ്രെയിൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യില്ല അല്ലേ. നമുക്ക്
നന്നായിട്ട് ചിന്തിക്കാനോ ഒന്നും കഴിയില്ല. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര വീക്കായിരിക്കും. ഓക്സിജൻ്റെ എമൗണ്ട് കുറവാണെങ്കിൽ നമുക്ക് ആരോഗ്യം കുറവായിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരും. ആ കണ്ടീഷനെയാണ് ശരിക്കും അനോക്സിയ എന്ന് പറയുന്നത്. അനോക്സിയ, ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുക, അതാണ് അനോക്സിയ. സോ ബെൻസ്, അനോക്സിയ, സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ പ്രിപ്പറേഷൻ, ഇതെല്ലാം ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് റോൾസ് ലോ. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഹെൻറീസ് ലോ പോലെ നമുക്ക് റോൾസ് ലോ പഠിക്കാനായിട്ട് രണ്ട് തമ്മിൽ കൺഫ്യൂഷൻ ആവുന്നത്. ഹെൻറീസ് ലോ എന്താണെന്ന് ഒന്ന് ഓർക്കാമോ? എന്താ ഹെൻറീസ് ലോ? ഒരു ലിക്വിഡിൽ ഗ്യാസ് ഡിസോൾവ് ചെയ്യുമ്പോൾ ആ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ അനുസരിച്ചാണ് അതിൻ്റെ സോൾബിലിറ്റി എന്നാണ് ഹെൻറീസ് ലോ പറയുന്നത്. പക്ഷേ റോൾസ് ലോ ഉണ്ടോ? റോൾസ് ലോ ലിക്വിഡ് സൊല്യൂഷൻസിനാണ്. അതായത് ലിക്വിഡിൽ തന്നെ ഡിസോൾവ് ചെയ്യുന്ന സൊല്യൂഷൻസിനാണ് റോൾസ് ലോ. ലിക്വിഡിൽ ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്ന സൊല്യൂഷൻസിനാണ് ഹെൻറീസ് ലോ. റോൾസ് ലോ എന്താ പറയുന്നത്? റോൾസ് ലോ പറയുന്നത് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് വാട്ട് ഇസ് വേപ്പർ പ്രഷർ അതൊന്നും അറിഞ്ഞിരിക്കണം. വേപ്പർ പ്രഷർ ആരുടെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആരുടെ പ്രോപ്പർട്ടിയാണ്? ആരുടെ പ്രോപ്പർട്ടിയാണ് വേപ്പർ പ്രഷർ എന്ന് ചോദിച്ചാൽ മിക്ക കുട്ടികളും പറയുന്ന ആൻസർ എന്താണെന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രോപ്പർട്ടിയാണ് വേപ്പർ പ്രഷർ. കാരണം പ്രഷർ എപ്പോഴും ഗ്യാസിനാണല്ലോ, അങ്ങനെ ഓർത്ത് എല്ലാവരും അങ്ങനെ പറയാം. പക്ഷെ അത് തെറ്റായ ഒരു ചിന്തയാണ്. ലിക്വിഡ്സിനാണ് എപ്പോഴും വേപ്പർ പ്രഷർ ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ നമ്മളൊരു ലിക്വിഡ് എടുത്താൽ ആ ലിക്വിഡിൻ്റെ വേപ്പേഴ്സ് എപ്പോഴും ആ ലിക്വിഡിൻ്റെ മുകളിൽ കുറച്ചുണ്ടാവും. ആ വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. സോ വേപ്പർ പ്രഷർ എപ്പോഴും ഒരു ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും. ഓക്കെ, ഇത് റോൾസ് ലോ എന്താണെന്ന് നോക്കാം. At a given temperature, for a solution of volatile liquids, the partial vapor pressure of each component in the solution is directly proportional to a small fraction. സിമ്പിൾ ആണ്. രണ്ട് ലിക്വിഡ്സ് നമ്മൾ മിക്സ് ചെയ്ത് ഒരു ലിക്വിഡ് സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ അതിൽ ഓരോരുത്തരും എക്സേർട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അവരുടെ മോൾ ഫ്രാക്ഷനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത്. ശരിയല്ലേ? നമ്മളതിൽ കൂടുതൽ ആരെയാണ് എടുക്കുന്നത് അയാളുടെ വേപ്പർ പ്രഷർ ആയിരിക്കില്ലേ മുകളിൽ കൂടുതൽ ഉണ്ടാവുക. കുറവെടുക്കുന്ന ആളുടെ വേപ്പർ പ്രഷർ ആ മുകളിലെ വേപ്പറിൽ കുറവായിരിക്കും. അത്രയേ ഉള്ളൂ. സോ ഓരോരുത്തരും എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ എന്ന് പറയാം. ഓരോരുത്തരും ഒരു സൊല്യൂഷനിൽ ഓരോരുത്തർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. അവർ ഓരോരുത്തരും എക്സേർട്ട് ചെയ്യുന്ന പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അവരുടെ മോൾ ഫ്രാക്ഷനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് അത്രയേ ഉള്ളൂ. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം കൂടെ ഒന്ന് നോക്കണം. പാർഷ്യൽ പ്രഷർ ഓഫ് എ, അപ്പോൾ ആ രണ്ട് കമ്പോണൻസിന് ഞാൻ എ ബി എന്നെടുക്കുകയാണെങ്കിൽ എയുടെ പാർഷ്യൽ പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എയുടെ മോൾ ഫ്രാക്ഷൻ, ബിയുടെ പാർഷ്യൽ പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബിയുടെ മോൾ ഫ്രാക്ഷൻ. നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കുമ്പോൾ ഓരോ കോൺസ്റ്റൻസ് ഇടണം. ഇവിടെ പി എ സീറോന്നും ഇവിടെ പി ബി സീറോന്നും കിട്ടും. പി എ സീറോയും പി ബി സീറോയും അവരുടെ പ്യുവർ വേപ്പർ പ്രഷേഴ്സാണ്. രണ്ടു തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? ഇവർ സൊല്യൂഷനിൽ മിക്സ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ ആയിരിക്കില്ല ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വേപ്പർ പ്രഷർ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വേപ്പർ പ്രഷറിനെയാണ് പ്യുവർ ആയിരിക്കുമ്പോൾ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അതാണ് പി എ സീറോയും പി ബി സീറോയും. ഒരു സൊല്യൂഷനിലായി കഴിയുമ്പോൾ വേപ്പർ പ്രഷറാണ് പി ബിയും പി എയും. അതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഇത് ഫിക്സഡ് വാല്യൂസ് ആയിരിക്കും എല്ലാവർക്കും. പി എ സീറോ പി ബി സീറോ എന്ന് പറയുന്നത് അവരുടെ പ്യുവർ ആയിട്ടുള്ള വേപ്പർ പ്രഷർ നമുക്ക് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അത് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ്റെ ടോട്ടൽ കാണാൻ രണ്ടും കൂടെ ആഡ് ചെയ്താൽ പറയും പി എസ് ഇസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി, ദാറ്റ് ഇസ് ഈക്വൽ ടു കൈ എ പി എ സീറോ പ്ലസ് കൈ ബി പി ബി സീറോ. ഇതാണ് മാത്തമാറ്റിക്കൽ ഫോം ഓഫ് റോൾസ് ലോ. എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ വരെ എഴുതി വെച്ചാൽ മതി. ഇനി ഇതിൽ നിങ്ങൾക്ക് കൈ ബീനെ അവോയ്ഡ് ചെയ്തോ കൈ എനെ അവോയ്ഡ് ചെയ്തോ ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. സപ്പോസ് ഒരു കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചു, ആ കാൽക്കുലേഷൻ ക്വസ്റ്റ്യനിൽ കൈ എ അവൈലബിൾ അല്ല, കൈ ബി മാത്രമേ അവൈലബിൾ ഉള്ളൂങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ രണ്ട് വഴിയുണ്ട്. ഒന്നുകിൽ കൈ ബി മാത്രമുള്ള ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തിട്ട് അത് വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കൈ എ കൈ ബി തമ്മിലൊരു റിലേഷൻ ഇല്ലേ, കൈ എ പ്ലസ് കൈ ബി ഈക്വൽ ടു 1. അപ്പോൾ ഒരെണ്ണം തന്നില്ലെങ്കിൽ മറ്റൊന്ന് അതിൽ നമുക്ക് മൈനസ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ വേണമെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് കൈ ബിയുടെ ടേംസിന് മാത്രമാണ് ഇതിനെ ആവശ്യമെങ്കിൽ കൈ എക്ക് പകരം എന്തെഴുതുക? 1 മൈനസ് കൈ ബി എന്ന് എഴുതുക. അപ്പോൾ കൈ എക്ക് പകരം 1 മൈനസ് കൈ ബി ഇൻറ്റു പി എ സീറോ പ്ലസ് കൈ ബി ഇൻറ്റു പി എ സീറോ. ഇതൊന്നുള്ളിലേക്ക് ആയിട്ട് മൾട്ടിപ്ലൈ നോക്കിയേ. അപ്പോൾ പി എ സീറോ മൈനസ് പി എ സീറോ കൈ ബി പ്ലസ് പി എ സീറോ കൈ ബി. ഓക്കെ, ഇനി രണ്ടിടത്ത് കൈ ബി കോമൺ ആയിട്ട് വന്നിരിക്കുന്നുണ്ടോ? ആ കൈ ബി കോമൺ ആയിട്ട് വന്നതിന് കൈ ബി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? പി എ സീറോ പ്ലസ് കൈ ബി കോമൺ ആയിട്ട് പുറത്തെടുത്താൽ കൈ ബി ഇൻറ്റു പി ബി സീറോ മൈനസ് പി എ സീറോ. നമുക്ക് പി ബി ആണല്ലേ, പി ബി സീറോ മൈനസ് പി എ സീറോ. കണ്ടോ? പി എ സീറോ പ്ലസ് കൈ ബി ഇൻറ്റു പി ബി സീറോ മൈനസ് പി എ സീറോ. കണ്ടോ? കൈ ബിയുടെ മാത്രം ടേംസിൽ കിട്ടിയാണോ? ഇനി നിങ്ങൾക്ക് കയ്യയുടെ മാത്രം ടേംസിൽ കിട്ടണമെങ്കിലോ ഇത് തന്നെ തിരിച്ച് ചെയ്താൽ മതി. പി എസ് ഇസ് ഈക്വൽ ടു കയ്യയുടെ മാത്രം ടേംസിൽ കിട്ടണമെങ്കിൽ കൈ ബിക്ക് വരെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ കൈ എ ഇൻറ്റു പി എ സീറോ പ്ലസ് കൈ ബിക്ക് വരെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും 1 മൈനസ് കൈ എ ഇൻറ്റു പി ബി സീറോ.
എക്സ്പാൻഡ് ചെയ്ത് എഴുതിയൊക്കെ കൈ എ ഇൻറ്റു പി എ സീറോ പ്ലസ് പി ബി സീറോ മൈനസ് പി ബി സീറോ ഇൻറ്റു കൈ എ. കണ്ടോ, രണ്ടെണ്ണത്തിൽ കൈ എ കോമൺ ആയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ കൈ എ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. പി ബി സീറോ നമുക്ക് ആദ്യം ഇടാം. പി ബി സീറോ പ്ലസ് കൈ എ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. പി എ സീറോ മൈനസ് പി ബി സീറോ. കണ്ടു. അപ്പോൾ കൈ ബിയുടെ മാത്രം ടേംസിൽ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം, കൈയുടെ മാത്രം ടേംസിൽ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇത് ആ സമയത്ത് നമ്മൾ ഡെറൈവേറ്റ് നോക്കി കണ്ടുപിടിച്ചാൽ മതി. ഇൻ കേസ് ചോദിച്ചാൽ എല്ലാ കാൽക്കുലേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മറ്റേ മെത്തേഡ് ഉപയോഗിക്കാം. കൈ ബി തന്നെങ്കിൽ 1 മൈനസ് കൈ ബി ചെയ്താൽ കൈ എടുത്ത് തിരിച്ചാണ് അങ്ങനെ കണ്ടുപിടിച്ചിട്ട് നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ റോൾസ് ലോ. വളരെ എളുപ്പമല്ലേ റോൾസ് ലോ? ഹെൻറീസ് ലോയും റോൾസ് ലോയും ഒന്നും മാറിപ്പോയത്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഏത് ലോയാണ് ശ്രദ്ധിച്ച് നോക്കിയിട്ട് മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് റോൾസ് ലോനെ കണക്ട് ചെയ്തിട്ട് തന്നെയുള്ളതാണ്. എല്ലാ കണ്ടീഷൻസിലും, അതായത് എല്ലാ ടെമ്പറേച്ചർ ആൻഡ് പ്രഷേഴ്സിലും റോൾസ് ലോ ഒബേ ചെയ്യുന്നവരെ നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസിനും, എന്നാൽ എല്ലാ കണ്ടീഷൻസിലും അത് ഒബേ ചെയ്യാത്തവരെ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് വിളിക്കാം. ഈ നോൺ ഐഡിയൽ സൊല്യൂഷൻ തന്നെ നമ്മൾ പിന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ. നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൂടി ഞാൻ വളരെ ചുരുക്കി എഴുതിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒബേസ് റൂൾസിലോ ഉണ്ടാവും കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ പ്രഷർ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻകാർ ഒബേ ചെയ്യില്ല. പോസിറ്റീവുകാർ പോസിറ്റീവായിട്ട് ഡീവിയേഷൻ കാണിക്കും, നെഗറ്റീവുകാർ നെഗറ്റീവായിട്ടായിരിക്കും ഡീവിയേഷൻ കാണിക്കും. ഓക്കെ, പിന്നെ അതിന് എക്സാമ്പിൾസ് ഐഡിയൽ സൊല്യൂഷൻ ബെൻസീൻ ആൻഡ് ടോളുവിൻ, നോർമൽ ഹെക്സേൻ ആൻഡ് നോർമൽ ഹെക്സെയിൻ. നോൺ ഐഡിയലിൽ പോസിറ്റീവിന് എത്തനോൾ ആൻഡ് നോർമൽ ഹെക്സെയിൻ, എത്തനോൾ ആൻഡ് സൈക്ലോ ഹെക്സെയിൻ. പിന്നെ നെഗറ്റീവിന് പഠിക്കാൻ നല്ല എളുപ്പമാണ്. വാട്ടറും ഏതൊരു മിനറൽ ആസിഡും എപ്പോഴും നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ ആയിരിക്കും. സോ വാട്ടർ ആൻഡ് HCl, വാട്ടർ ആൻഡ് HNO3 അതെല്ലാം നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾസ് ആയിരിക്കും. കൂടുതൽ എക്സാമ്പിൾസ് നമ്മുടെ NCERT ടെക്സ്റ്റിലുണ്ട്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്തിട്ട് ഇത് എന്ത് ഡീവിയേഷൻ ആണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പെടും, കാരണം നമുക്ക് എല്ലാ എക്സാമ്പിൾസും അറിയില്ലല്ലോ. അതല്ലാതെ നെഗറ്റീവ് ഡീവിയേഷൻ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ 2 എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ സേഫാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 എക്സാമ്പിൾ വീതം എല്ലാത്തിനും പഠിച്ചുകൊണ്ട് പോയാൽ മതി. 3 എണ്ണം പഠിക്കാൻ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, 1 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ 2 എണ്ണം എഴുതണമെന്നാണ്. ഒരെണ്ണത്തിന് 1/2 മാർക്ക് വെച്ചേ കിട്ടുള്ളൂ. അപ്പോൾ 2 എണ്ണം എഴുതണം. ഇൻ കേസ് അതിൽ ഏതെങ്കിലും ഒന്ന് മറന്നുപോവോ തെറ്റിപ്പോവോ ചെയ്താലോ, അപ്പോൾ നമ്മൾ സ്പെയർ ആയിട്ട് ഒരെണ്ണം കൂടെ പഠിച്ചു വെച്ചോളാം. സോ കുറേ എക്സാമ്പിൾസ് ഉണ്ടെങ്കിലും എല്ലാത്തിനും 3 എണ്ണം വീതമെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കാം. ഒരു എക്സാമ്പിൾ തന്നിട്ട് ഏത് ഡീവിയേഷൻ ആണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്തെങ്കിൽ നിങ്ങളെല്ലാം പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. ഇനി ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോംസിലെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഐഡിയൽ ആണെങ്കിൽ പി എ വിൽ ബി ഈക്വൽ ടു പി എ സീറോ എക്സ് ബി അല്ലെങ്കിൽ കൈ ബി, പി ബി വിൽ ബി ഈക്വൽ ടു പി ബി സീറോ കൈ ബി. പക്ഷേ പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ നേരെ പോസിറ്റീവ് ആയിരിക്കും. പി എ ഗ്രേറ്റർ ദാൻ പി എ സീറോ കൈ ആൻഡ് പി ബി ഗ്രേറ്റർ ദാൻ പി ബി സീറോ കൈ. നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ അത് നേരെ തിരിച്ച് ലെസ് ദാൻ ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് ടോട്ടൽ. പി എസ് വിൽ ബി ഈക്വൽ ടു പി എ സീറോ കൈ എ പ്ലസ് പി ബി സീറോ കൈ പി. ഇവിടെ പി എസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ്, ഇവിടെ പി എസ് വിൽ ബി ലെസ് ദാൻ ദാറ്റ്. ടോട്ടൽ പറയുന്നതാണ് പി എസ് കേട്ടോ. ഇനി അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഇവിടെ ഡെൽറ്റ എച്ച് മിക്സ് 0 ആയിരിക്കും. അതായത് 2 സൊല്യൂഷൻസ്, 2 സോൾവെൻറ്റ്സ് മിക്സ് ചെയ്താണ് നമ്മൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. സോൾവെൻറ്റ്സ് മിക്സ് ചെയ്യുമ്പോൾ അവിടെ എൻതാൽപ്പി ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, ഹീറ്റ് അബ്സോർബ് ചെയ്യില്ല, റിലീസും ചെയ്യില്ല. അതുപോലെ ഡെൽറ്റ ബി മിക്സ് ഉണ്ടാവില്ല, വോളിയം ചേഞ്ച് ഉണ്ടാവില്ല. 10 ml 5 ml നമ്മൾ മിക്സ് ചെയ്താൽ 15 ml തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതിൽ കൂടുതലോ കുറവോ കിട്ടുന്ന സൊല്യൂഷൻസ് ഉണ്ട്. പ്രാക്ടിക്കലി നമുക്ക് അത്ര ഒബ്സർവബിൾ അല്ലെങ്കിലും അങ്ങനത്തെ സൊല്യൂഷൻസ് ഉണ്ട്. അതാണ് നമ്മളീ പറയുന്നത്. അപ്പോൾ ഡെൽറ്റ ബി മിക്സും 0 ആയിരിക്കും. ഇവിടെ ഡെൽറ്റ എച്ച് മിക്സ് പോസിറ്റീവ് ആണ്, അതായത് അബ്സോർബ് ചെയ്യും, ഒരു ഹീറ്റ് അബ്സോർബ് ചെയ്യും. 2 സോളിഡ്സ് മിക്സ് ചെയ്ത് ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഇവരോ ഒരു ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. ഇവിടെ ഡെൽറ്റ ബി മിക്സ് പോസിറ്റീവാണ്, അതായത് 10 5 കൂടെ മിക്സ് ചെയ്താൽ 15 കൂടുതൽ കിട്ടും. ഇവിടെയോ 10 5 കൂടെ മിക്സ് ചെയ്താൽ 15 താഴെ കിട്ടും. അതാണ് ഡെൽറ്റ ബി മിക്സ് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അത്രയും കടന്നൊന്നും ചോദിക്കില്ല, എങ്കിലും അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കാം. ഇനി അവരുടെ വേപ്പർ പ്രഷർ കോമ്പോസിഷൻ കർവ്. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ. അപ്പോൾ മോൾ ഫ്രാക്ഷനും വേപ്പർ പ്രഷറും ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു ആക്സിസിൽ മോൾ ഫ്രാക്ഷനും മറ്റേ ആക്സിസിൽ വേപ്പർ പ്രഷറും വരയ്ക്കാം. മോൾ ഫ്രാക്ഷൻ വരച്ചിരിക്കുന്ന ആക്സിസിൽ ലെഫ്റ്റ് സൈഡിൽ കയ്യെ മാക്സിമം, അതായത് കയ്യെ 1 ആയിരിക്കാം, അപ്പോൾ കൈ ബി എന്തായിരിക്കും 0 ആയിരിക്കും. റൈറ്റ് സൈഡിൽ കയ്യെ 0 ആണ്, അപ്പോൾ കൈ ബി മാക്സിമം ആയിരിക്കും, കൈ ബി 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ കൈ ബി 1 ആകുമ്പോൾ പാർഷ്യൽ പ്രഷറാണ് ബിയുടെ പ്യുവർ പ്രഷർ, കയ്യെ 1 ആകുമ്പോൾ പാർഷ്യൽ പ്രഷറാണ് എയുടെ പ്യുവർ പ്രഷർ. സോ ഇത് ബിയുടെ പ്യുവർ പ്രഷർ, ഇത് എയുടെ പ്യുവർ പ്രഷർ. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്ന ലൈനാണ് ടോട്ടൽ പ്രഷർ റെപ്രസെന്റ് ചെയ്യുന്നത്, പി എ പ്ലസ് പി. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നത് ബിയുടെ ഗ്രാഫും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നത് എയുടെ ഗ്രാഫും. സെയിം തന്നെയാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷനും. പക്ഷെ നമ്മൾ റെഫറൻസ് വരയ്ക്കുന്നതാണ് ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ്. പോസിറ്റീവ് വരയ്ക്കുമ്പോൾ ഐഡിയൽ സൊല്യൂഷനിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ വരുന്നതായിട്ട് കാണിക്കണം, അതായത് ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കണം, മുകളിലേക്ക് പോയി. നെഗറ്റീവ് ഡീവിയേഷൻ വരയ്ക്കുമ്പോഴും ഐഡിയൽ റെഫറൻസ് ആയിട്ട് വരയ്ക്കാം, എന്നിട്ട് അതിൻ്റെ അടിയിലേക്ക് കർവ് വരച്ചു വേണം വരയ്ക്കാം.
ഈ ഐഡിയൽ എപ്പോഴും റെഫറൻസ് ആയിട്ട് വരയ്ക്കണം, എന്നാലാണ് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചറിയാൻ പറ്റും. സോ എപ്പോഴും ഐഡിയൽ റെഫറൻസ് ആയിട്ട് വരച്ചിട്ട് പോസിറ്റീവ് ആണെങ്കിൽ മുകളിലേക്ക് കർവ് വരയ്ക്കുക, നെഗറ്റീവ് ആണെങ്കിൽ താഴേക്ക് കർവ് വരയ്ക്കുക. ഗ്രാഫ് വരയ്ക്കാൻ ചിലപ്പോൾ ചോദിക്കും കേട്ടോ, ഭയങ്കര സിമ്പിളാണ്, ഈസി ആയിട്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഗ്രാഫ് തെറ്റിക്കാതെ വരയ്ക്കാൻ പഠിക്കുക. ആക്സിസ് ആണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഗ്രാഫ് അങ്ങനെ തെറ്റാൻ പാടില്ല. ആക്സിസുകൾ ശ്രദ്ധിക്കണം കേട്ടോ, ഓരോ ആക്സിസിൽ എന്തൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. പിന്നെ നമുക്ക് അതിലൊരു കുഞ്ഞു ടോപ്പിക് കൂടെ ഉള്ളത് അസിയോട്രോപിക് മിക്സ്ചർ എന്നാണ്. അസിയോട്രോപിക് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ പേരുണ്ട്, ഓൾസോ കോൾഡ് ആസ് കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചർ. അപ്പോൾ പേരിൽ തന്നെ നമുക്കറിയാം അല്ലേ, ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ രണ്ട് ലിക്വിഡ്സ് മിക്സ് ചെയ്തൊരു സൊല്യൂഷൻ നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ മാറാതിരുന്നാൽ അതിനെയാണ് കോൺസ്റ്റന്റ് ബോയിലിംഗ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ അസിയോട്രോപിക് മിക്സ്ചർ എന്ന് പറയുന്നത്. രണ്ട് തരമുണ്ട്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഉണ്ട്, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഉണ്ട്. ഓക്കെ, ആ രണ്ട് കാറ്റഗറിക്കും എക്സാമ്പിൾസ് ഉണ്ട്, പക്ഷെ അവിടെ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻ അങ്ങനെ ബോർഡ് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല. ജസ്റ്റ് അസിയോട്രോപിക് മിക്സ്ചർ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതുക, കോൺസ്റ്റന്റ് ബോയിലിംഗ്, ബോയിൽ ചെയ്ത് കഴിഞ്ഞാലും കോമ്പോസിഷൻ മാറാതിരിക്കുന്ന സൊല്യൂഷൻസ്, അതിനെയാണ് നമ്മൾ അസിയോട്രോപിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. രണ്ട് തരമുണ്ട്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആൻഡ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതോടുകൂടി ആ ഒരു ഏരിയ കഴിഞ്ഞു.